ഹലോ. അപ്പം എന്നത്തെയും ദിവസം പോലെ തന്നെ ഒരു ദിവസമായിരുന്നു ഇന്ന്. അങ്ങനെ വലിയ പ്രത്യേകത ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ജോലിക്ക് പോയി ഞാനിങ്ങനെ തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഓർത്തു എന്നാൽ ഒരു കുക്കിംഗ് ചെയ്യാമെന്ന് വിചാരിച്ച് നേരെ അടുക്കളയിൽ വന്ന് നോക്കിയപ്പം കോവയ്ക്കയുണ്ട്. എന്നാൽ പിന്നെ അതങ്ങ് ഫ്രൈ ആക്കിയേക്കാമെന്ന് ഓർത്ത് കോവയ്ക്ക അരിഞ്ഞ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കോൺഫ്ലവറും കൂടെ ചേർത്ത് പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ വൈകിട്ട് നെല്ലിക്കാച്ചാർ ഇട്ട് വെച്ച പാത്രത്തിൽ വേണം കോവയ്ക്ക ഫ്രൈ ചെയ്യാനായിട്ട്. അതുകൊണ്ട് ആ പാത്രത്തിൽ നിന്ന് നേരെ അച്ചാറിനെ ഒരു കുപ്പിയിലേക്ക് മാറ്റി പാത്രം നമ്മൾ കഴുകിയെടുക്കുകയാണ്. നെല്ലിക്ക അച്ചാറിന് അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇന്നലെ വൈകിട്ടിട്ട് വെച്ച് രാവിലെ ആയപ്പോൾ എടുത്തപ്പോഴത്തേക്കിന് എല്ലാം ഒന്ന് പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ നമ്മൾ പാൻ വെച്ചു, എണ്ണ ഒഴിച്ചു, നേരെ കോവയ്ക്ക ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. അങ്ങനെ ഫ്രൈ ചെയ്ത് കോരിയപ്പോഴത്തേക്കിന് ജോ വന്നു. പിന്നെ ഒരു കമ്പിളി നാരങ്ങ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചെഴുതപ്പോൾ എന്നാൽ വിചാരിച്ചോക്കെ ഇത് മുറിച്ച് കഴിക്കാമെന്ന് ഓർത്ത് നേരെ ജോയെ വിളിച്ച് ഇത് മുറിപ്പിക്കുകയാണ്. ജോയ്ക്ക് ഇതെങ്ങനെയാണ് മുറിക്കേണ്ടതെന്നൊന്നും അറിയത്തൊന്നുമില്ല. എന്താണെങ്കിലും ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി ഒരു വിധത്തിൽ അതിൻ്റെ തോടെല്ലാം പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും പാടുണ്ടോ ഈ കമ്പിളി നാരങ്ങ മുറിക്കാൻ? എനിക്ക് തോന്നുന്നില്ല. പിന്നെ അത് അടർത്തിയെടുക്കാനുള്ള ബുദ്ധിമുട്ട്, എല്ലാ ആരോഗ്യങ്ങളും പ്രയോഗിച്ചുകൊണ്ട് ജോ അത് ഒരു വിധത്തിൽ അടർത്തിയെടുത്തിട്ടുണ്ട്. പിന്നെ അടർത്തിയെടുത്തപ്പോഴത്തേനും ഒന്നും നോക്കിയില്ല, ഞാനൊരു പാത്രം എടുത്ത് അതിനകത്തോട്ട് കുറച്ചെടുത്തിട്ട് ഈ വീഡിയോസൊക്കെ കണ്ട് സത്യം പറഞ്ഞാൽ കൊതിമൂത്തിരുന്ന് മേടിച്ചാണ്. അങ്ങനെ മുളക് പൊടി ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഞാൻ നേരെ കഴിച്ചു. വളരെ പ്രതീക്ഷയോടുകൂടി ഞാൻ കഴിച്ചതാണ്. പക്ഷേ എൻ്റെ പ്രതീക്ഷ എല്ലാം മാറ്റി പുളിച്ചിട്ട് എനിക്ക് ഇറക്കാൻ വയ്യായിരുന്നു. പക്ഷേ എനിക്ക് ഒത്തിരി ഇഷ്ടമായതുകൊണ്ട് ഞാൻ കഴിച്ച് സന്തോഷത്തോടെ. പിന്നെ ജോയ്ക്ക് കൊടുത്തു. നല്ല മധുരമാണെന്നും പറഞ്ഞായിരുന്നു ഞാൻ കൊടുത്തത്. പിന്നെ വീഡിയോ എടുക്കുന്നത് ഒട്ടും ഇഷ്ടമല്ലാഞ്ഞുകൊണ്ട് അതും പിന്നെ ഈ പുളിയും ഇറക്കാനുള്ള ബുദ്ധിമുട്ടും എല്ലാം കൂടെ ആയിട്ട് അടിപൊളിയായിരുന്നു. പിന്നെയും ഞാനത് കഴിച്ച് എന്തെല്ലാം തീർത്ത് കേട്ടോ. അപ്പം അങ്ങനെ ആ ദിവസം അങ്ങ് പോയി. അപ്പോൾ അത്രേ ഉള്ളൂ. ബായ്.